നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM-ഉം CPI-യും ഒക്കെ കാലങ്ങളായി ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കാറുള്ള ചില സ്ഥിരം മുദ്രാവാക്യങ്ങളുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ഒരു കാലത്തും അനുവദിക്കില്ല. കേന്ദ്രത്തിന്റെ സംഘപരിവാർ അജണ്ടകൾ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ മൈക്കിലൂടെയുള്ള ഇവരുടെ ഈ ഘോരഘോര പ്രസംഗങ്ങൾ കേട്ട് നമ്മളൊക്കെ വലിയ വിപ്ലവമാണല്ലോ എന്ന് കരുതി കൈയടിക്കാറുമുണ്ട്. എന്നാൽ അധികാരത്തിൻ്റെ അവസാന നാളുകളിൽ ഭരണമൊഴിഞ്ഞു പോകുന്ന ആ ഒരു പോക്കിൽ തന്നെ ഇടതുപക്ഷ സർക്കാർ കാണിച്ച കടുത്ത ഇരട്ടത്താപ്പും കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത വലിയൊരു കൊലച്ചതിയുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കടുത്ത രാഷ്ട്രീയ അജണ്ടകൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ തന്നെ തെരുവിൽ സമരം ചെയ്ത PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് മറ്റാരുമല്ല, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? നമുക്കിതിൻ്റെ പശ്ചാത്തലം ഒന്ന് വിശദമായി പരിശോധിക്കാം. കാരണം ഇത് കേവലം ഒരു പദ്ധതിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം പറ്റിച്ച ഇടതുപക്ഷ നാടകത്തിന്റെ യഥാർത്ഥ കഥ കൂടിയാണ്. കേന്ദ്ര വിഹിതങ്ങളും വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പ്രധാന ഫണ്ടുകളും കൃത്യമായി കിട്ടണമെങ്കിൽ PM ശ്രീ പദ്ധതി അംഗീകരിച്ചേ പറ്റൂ എന്ന് കേന്ദ്ര സർക്കാർ കടുത്ത നിലപാടെടുത്തു. എന്നാൽ ആ കാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന പാപ്പരായി കഴിഞ്ഞിരുന്ന മുൻ പിണറായി ഗവൺമെന്റിന് മറ്റൊന്നും ആലോചിക്കാൻ സമയമുണ്ടായിരുന്നില്ല. സ്വന്തം ഭരണഘടനാപരമായ കൂട്ടുത്തരവാദിത്വം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് മന്ത്രിസഭയിലോ എന്തിന് സ്വന്തം മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI-യോട് പോലും ഒരു വാക്ക് ആലോചിക്കാതെ പിണറായി വിജയനും ശിവൻകുട്ടിയും ചേർന്ന് ഈ പദ്ധതിയുടെ MOU അതീവ രഹസ്യമായി ഒപ്പിട്ട് നൽകുകയായിരുന്നു. അതിനുശേഷം കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റുകയും ചെയ്തു. പിന്നീട് ഈ ഒപ്പിടൽ വിവരം പുറത്തറിഞ്ഞപ്പോൾ CPI കടുത്ത അതൃപ്തിയുമായി രംഗത്ത് വന്നു. മുന്നണിയിൽ വലിയ ആഭ്യന്തര കലഹവും തർക്കങ്ങളും ഉണ്ടായപ്പോഴാണ് പിണറായി സർക്കാർ തടി ഊരാൻ വേണ്ടി ഈ പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നതായി കേന്ദ്രത്തെ അറിയിച്ചത്. പക്ഷേ അപ്പോഴേക്കും പണം വാങ്ങി കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. ഒഴിഞ്ഞു പോകുന്ന പോക്കിൽ പിണറായി വിജയൻ ചെയ്തു വെച്ച ഈ വലിയ കെണിയിലാണ് ഇപ്പോൾ നമ്മുടെ പുതിയ UDF സർക്കാരും പുതിയ വിദ്യാഭ്യാസ വകുപ്പും വീണിരിക്കുന്നത്. ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദീർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദ്യമുയർത്തി. പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് വന്ന ചില വിജ്ഞാപനങ്ങളെ കുറിച്ചായിരുന്നു ആ ചോദ്യം. അന്ന് ഈ പദ്ധതിയെ ഏറ്റവും ശക്തമായി എതിർത്തത് UDF-ഉം പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായിരുന്നു. കേരളത്തിലെ സ്കൂളുകളെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നായിരുന്നു ലീഗിന്റെ പ്രഖ്യാപനം. അങ്ങനെയുള്ള ലീഗിന്റെ ഒരു മന്ത്രിക്ക് ഇപ്പോൾ ഈ വിഷയത്തിൽ പെട്ടെന്നൊരു ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ കഴിയില്ല. അതിന് ഒട്ടനവധി നിയമപരമായ തടസ്സങ്ങളുണ്ട്. മന്ത്രി N ഷംസുദ്ദീൻ വളരെ വ്യക്തമായി ഉത്തരവാദിത്വത്തോടെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് വികാരപരമായി തീരുമാനമെടുക്കേണ്ട കാര്യമല്ല. ഒരു സർക്കാർ എന്ന് പറയുന്നത് മുൻ സർക്കാരിൻ്റെ തുടർച്ചയായ ഒരു നിയമപരമായ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒപ്പിട്ട കരാറായതുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെ സുരക്ഷിതമായി മാറാൻ കഴിയും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്ന് സർക്കാർ ഗൗരവമായി ആലോചിക്കുകയാണ്. അല്ലാതെ പഴയ ഭരണാധികാരികളെ പോലെ തോന്നിയപടി പ്രഖ്യാപനങ്ങൾ നടത്താൻ ഈ സർക്കാരിനെ കിട്ടില്ല. വ്യക്തമായ കൂടിയാലോചനകളിലൂടെ മാത്രമേ UDF മുന്നോട്ടു പോകൂ. ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. പണമില്ലാത്തത് കൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഇത്തരം പദ്ധതികൾക്ക് മുന്നിൽ മുൻ പിണറായി സർക്കാർ മുട്ടുമടക്കിയത് എന്നാണ് ഇടതുപക്ഷ സർക്കാരുടെ ന്യായീകരണം. എന്നാൽ കേരളത്തിൽ ശരിക്കും പണമില്ലാഞ്ഞിട്ടാണോ? അല്ല, ശരിയായ ധനകാര്യ മാനേജ്മെന്റ് ഇവിടെ ഇല്ലാത്തതാണ് പ്രശ്നം. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന എത്രയോ വലിയ വെട്ടിപ്പുകളുടെ വാർത്തകളാണ് വരുന്നത്. കൊച്ചിയിലെ വേളി മൈതാനം വാടകയ്ക്ക് കൊടുത്തതിലും കല്ലൂരിലെ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ കടമുറികൾ തുച്ഛമായ തുകയ്ക്ക് ലേലം വിളിച്ച് അത്
മറിച്ച് വിറ്റതിലുമൊക്കെ നടന്ന അഴിമതികൾ നാം കണ്ടതാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇടനിലക്കാരും ഭരണകക്ഷിയിലെ ചിലരും ചേർന്ന് വെട്ടിക്കുന്നത്. മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലും ഇതേ അവസ്ഥയാണ്. കൃത്യമായ വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന ഇത്തരം പൊതുസ്വത്തുക്കൾ സ്വകാര്യ വ്യക്തികൾക്ക് കൊള്ളയടിക്കാൻ വിട്ടുകൊടുത്തിട്ടാണ് ഇവിടെ പണമില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ മുന്നിൽ പോയി മുട്ടുകുത്തുന്നത്. അത് മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനാണ് PM ശ്രീ എന്ന് കേന്ദ്രം പറയുമ്പോഴും രാജ്യത്ത് ഒരു നീറ്റ് പരീക്ഷ പോലും കൃത്യമായി നടത്താൻ കഴിയാത്ത, ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളെ എങ്ങനെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയും? ചോദ്യപേപ്പർ ചോർച്ച കാരണം എത്രയോ പാവപ്പെട്ട കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് തകർന്നത്. വിദ്യാർത്ഥികൾ മാനസികമായി തകർന്ന് ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നാം ദിവസേന കാണുന്നുണ്ട്. ഇത്തരമൊരു കുത്തഴിഞ്ഞ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ വിശ്വസിച്ച് നമ്മുടെ കുട്ടികളുടെ ഭാവി അവരുടെ കൈകളിൽ വെച്ചു കൊടുക്കുന്നതിൽ UDF സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രിക്കും ആശങ്കയും സംശയം ഉണ്ടാകുന്നത് തികച്ചും ന്യായമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്ന നാടാണ് കേരളം എന്ന് നാം അഭിമാനിക്കാറുണ്ട്. മുണ്ടശ്ശേരി മാഷിന്റെ ബില്ലിനെ കുറിച്ചൊക്കെ നമ്മൾ വാതോരാതെ സംസാരിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം എവിടെ എത്തി നിൽക്കുന്നു? ഉദ്യോഗസ്ഥരിലെ അലസതയും കൈക്കൂലിയും അഴിമതിയും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പരാജയമല്ലേ കാണിക്കുന്നത്? മൂല്യാധിഷ്ഠിതമല്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന എത്ര ഗവേഷകരോ ശാസ്ത്രജ്ഞന്മാരോ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് മുൻ സർക്കാർ കേന്ദ്രത്തിന്റെ പണത്തിന് വേണ്ടി മാത്രം ഇത്തരം അശാസ്ത്രീയമായ കരാറുകളിൽ ഒപ്പിട്ടത്. ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. പക്ഷേ അതിന് നിയമസഭയിലും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലും സുതാര്യമായ ചർച്ചകൾ നടക്കണം. അല്ലാതെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തി പണത്തിന് വേണ്ടി മാത്രം കരാറുകളിൽ ഒപ്പിടുന്നത് ജനവഞ്ചനയാണ്. സുതാര്യത എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ അഴിമതിയും കള്ളത്തരവും കടന്നുകൂടും. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് ഒരു ശ്വേതപത്രം ഇറക്കിയതുപോലെ എന്താണ് ഈ PM ശ്രീ പദ്ധതി എന്ന് വ്യക്തമാക്കുന്ന ഒരു ധവളപത്രം ഇറക്കി നിയമസഭയിൽ ചർച്ച ചെയ്യണമായിരുന്നു. അതുണ്ടായില്ല. ചുരുക്കത്തിൽ അന്ന് ഘോരഘോരം പ്രസംഗിക്കുകയും എന്നാൽ അധികാര കസേരയിലിരുന്ന് രഹസ്യമായി കേന്ദ്രത്തിന് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്ത ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പൂർണ്ണമായി വെളിച്ചത്തായിരിക്കുന്നത്. അവരുണ്ടാക്കി വെച്ച ഈ വലിയ കീറാമുട്ടിയിൽ നിന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെയും കുട്ടികളുടെ ഭാവിയെയും സംരക്ഷിക്കാൻ UDF സർക്കാർ അതീവ ജാഗ്രതയോടെയുള്ള ചുവടുകളാണ് വെക്കുന്നത്. മുന്നണിയിലും നിയമസഭയിലും കൃത്യമായ ചർച്ചകൾ നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. കേരളത്തിന്റെ വിദ്യാഭ്യാസ ഘടനയ്ക്ക് ഗുണകരമായ ഒരു നല്ല തീരുമാനം പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇടതുപക്ഷത്തിന്റെ ഈ വലിയ ചതിയെക്കുറിച്ചും പുതിയ സർക്കാരിന്റെ അവധാനതയോടെയുള്ള നിലപാടിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.